വിശദമായ വാർത്തയിലേക്ക്. ഖത്തറിലെ US സൈനിക താവളങ്ങളിലെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ വെടിനിർത്തൽ ധാരണയെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 6 മണിക്കൂറിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും 24 മണിക്കൂറിൽ യുദ്ധം അവസാനിക്കുമെന്നുമാണ് പ്രഖ്യാപനം. അതേസമയം ഇറാഖിലും ടെഹ്റാനിലും രാത്രി ആക്രമണങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ഇന്നലെ ഖത്തറിലെ US എയർബേസുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത്. US-ന്റെ സൈനിക താവളങ്ങളെ നേരിട്ട് ഇറാൻ ആക്രമിച്ചതോടെ ഒരുപക്ഷെ യുദ്ധം മറ്റൊരു ഗതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് കടക്കും എന്നുള്ള ആശങ്കകൾക്കൊടുവിൽ അല്ലെങ്കിൽ US ഒരു തിരിച്ചടി നടത്തുമോ, ഇറാനിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമോ എന്നെല്ലാമുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ട്രംപിന്റെ എക്സ് അക്കൗണ്ട് അല്ലെങ്കിൽ എക്സ് പേജായ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിച്ചതിൽ ഇറാനും ഇസ്രായേലിനും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. 12 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരികയും അതുപോലെ 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരികയും 24 മണിക്കൂറിനുള്ളിൽ ഈ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ചെയ്യും എന്നാണ് ട്രംപിൻ്റെ ഈ പോസ്റ്റിൽ അവകാശപ്പെടുന്നത്. 12 മണിക്കൂറുകൾ കൊണ്ട് ഘട്ടം ഘട്ടമായിരിക്കും വെടിനിർത്തൽ പൂർണ്ണമായും നിലവിൽ വരുത്തുക എന്നും ഘട്ടം ഘട്ടമായി ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 12 ദിവസങ്ങളായി നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇതോടുകൂടി ഔദ്യോഗികമായി അന്ത്യമാവുമെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട്. ഗോഡ് ബ്ലസ് ഇസ്രായേൽ, ഗോഡ് ബ്ലസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇസ്രായേലോ ഇറാനോ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്, വെടിനിർത്തലിന് ധാരണയായി എന്ന രീതിയിൽ യാതൊരു സൂചനയും ഇരു രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ഇറാനിയൻ വിദേശകാര്യമന്ത്രിയും ഇറാന്റെ മിലിറ്ററി അല്ലെങ്കിൽ ഇറാൻ സേനയായ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സും ഈ ഒരു പ്രഖ്യാപനത്തെ തള്ളിയിട്ടുണ്ട്. അത്തരത്തിലൊരു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറല്ല എന്ന രീതിയിൽ തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ വരുന്നത്. ഇസ്രായേൽ ആക്രമണം നിർത്താതെ യാതൊരു വിധത്തിലുള്ള സന്ധി ചർച്ചയ്ക്കോ കരാറിനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള അനുകൂലന യോജിപ്പുകൾക്കോ തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ടെഹ്റാനിൽ അടക്കം ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്നത് തന്നെയാണ് ഇറാന്റെ പ്രതികരണം. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് സംസാരിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സുമായുള്ള ഒരു ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് താൻ ഈ വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ട്രംപിൻ്റെ ഒരു സംഘം അതുപോലെ തന്നെ US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ള ഒരു സംഘം ഇറാനിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നും വൈറ്റ് ഹൗസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു വക്താവ് വ്യക്തമാക്കുകയുണ്ടായി. അതിനുശേഷമാണ് ട്രംപിൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിലൊരു പോസ്റ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ കരാറിലെത്തുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക വക്താവ് സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും ഇറാനുമായും ഇസ്രായേലുമായും ഒരേ സമയം ചർച്ചകൾ നടത്തി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇസ്രായേൽ പുതിയ ആക്രമണങ്ങളൊന്നും നടത്തില്ലെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഇറാൻ സമ്മതിച്ചതായും വൈറ്റ് ഹൗസിൻ്റെ പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യം ഇറാൻ എന്തായാലും ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അടക്കമുള്ളവർ അത്തരത്തിൽ ഇസ്രായേൽ ആദ്യം ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ തങ്ങൾ ചെയ്ത കുറ്റം, ആ കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ വെടിനിർത്തൽ അവസാനിപ്പിച്ചാൽ മാത്രം പോരാ, മറിച്ച് ഇറാനിൽ ചെയ്തത് അപലപനീയമാണ് എന്നും ആ ചെയ്ത ഒരു കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അമേരിക്ക നേരത്തെ തന്നെ ഇത്തരത്തിൽ വെടിനിർത്തലിനെ കുറിച്ച് അല്ലെങ്കിൽ സമാധാനത്തെക്കുറിച്ച് മധ്യസ്ഥ ചർച്ചകളെക്കുറിച്ചൊന്നും ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇറാനിലേക്ക് നേരിട്ടൊരു ആക്രമണം നടത്തുകയും യുദ്ധത്തിൽ കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, കൂടുതൽ കടുത്ത പ്രഹരങ്ങൾ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരും എന്ന്. ആ മുന്നറിയിപ്പ് നൽകിയതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഖത്തറിലെ US-ന്റെ എയർബേസുകളിൽ ഇറാന്റെ ആക്രമണം ഇന്നലെ രാത്രി നടന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഖത്തറിലെ എയർബേസുകൾ. മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പശ്ചിമേഷ്യ, മധ്യപൂർവേഷ്യയിലടക്കം
അമേരിക്കയ്ക്ക് ഒരു മേൽക്കോയ്മ, ഒരു യുദ്ധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അവരുടെ ആക്രമണങ്ങളുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഖത്തറിലെ എയർബേസുകളാണ്. അൽ ഉദൈദ് എയർബേസാണ് ഇതിൽ ഏറ്റവും വലുത്. US-ൻ്റെ നിരവധി ട്രൂപ്പുകളും അതുപോലെ തന്നെ വ്യോമ താവളവും അടങ്ങുന്നതാണ് ഈ അൽ ഉദൈദ് എയർബേസ്. ഖത്തർ അറബ് രാജ്യങ്ങളടക്കമുള്ള മിഡിൽ ഈസ്റ്റും അതുപോലെ തന്നെ മധ്യപൂർവേഷ്യയിലും അമേരിക്കയ്ക്ക് സംഘർഷങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്താനുള്ള കമാൻഡ് സെൻറ്റർ എന്ന് പറയുന്നത് അൽ ഉദൈദ് എയർബേസാണ്. ആ എയർബേസിലാണ് ഇറാൻ അവരുടെ ആക്രമണം നടത്തിയിട്ടുള്ളത്. 6ഓളം മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇറാൻ ഇത്തരമൊരു ആക്രമണത്തിന് മടിക്കില്ല എന്നത് മാത്രമല്ല, അത്തരമൊരു ആക്രമണത്തിന് ശേഷിയുണ്ട് എന്നുകൂടി അമേരിക്കയ്ക്കുള്ളൊരു മുന്നറിയിപ്പായിരുന്നു ഖത്തറിലെ US എയർബേസുകളിലെ ആക്രമണം. ഒരുപക്ഷെ ആ ആക്രമണത്തിൻ്റെ കൂടി വെളിച്ചത്തിലായിരിക്കാം ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ട്രംപ് എത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിൽ നിന്ന് അത്തരത്തിലൊരു വെടിനിർത്തലിനില്ല എന്ന തീരുമാനം വന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അത്തരത്തിലൊരു വെടിനിർത്തലിലേക്ക് പോകും എന്ന് ഒരു പ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ടെഹ്റാനിലടക്കം ഇന്ന് പുലർച്ചെ വീണ്ടും ആക്രമണങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട്. ഇന്നലെ രാത്രി ആക്രമണങ്ങൾക്ക് ചെറിയൊരു അറുതി ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ രാവിലെ ആക്രമണങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ടെഹ്റാന് മുകളിൽ ഇസ്രായേലിൻ്റെ നിരീക്ഷണ ഡ്രോണുകൾ, ഹെർമിസ് എന്നറിയപ്പെടുന്ന നിരീക്ഷണ ഡ്രോണുകൾ പറന്നതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിവരം ടെഹ്റാനിലെ മെഹർ നഗരത്തിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് 7 എന്നറിയപ്പെടുന്ന 7th ഡിസ്ട്രിക്റ്റിലും ജനവാസ മേഖലയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ്. ഡിസ്ട്രിക്ട് 7-ൽ നിന്ന് ജനങ്ങളെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇറാഖിലും ബാഗ്ദാദിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ താജി സൈനിക ക്യാമ്പിൽ ആക്രമണം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. മാത്രമല്ല ടാൻസ്മാൻ ടൈംസ് എന്ന് പറയുന്ന ബാഗ്ദാദ് ആസ്ഥാനമാക്കിയുള്ള വാർത്താ ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണം നടത്തിയത് ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇറാഖിന് നേരെ ആക്രമണം നടത്തിയത് ആരായിരിക്കും, ആരുടെ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇറാഖിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ടെഹ്റാനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ടെൽ-അവീവിന് നേരെ ആക്രമണം നടത്തുമെന്നും ടെൽ-അവീവിലെയും അതുപോലെ തന്നെ തുറമുഖ പ്രദേശത്തെയും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആക്രമണങ്ങൾ ഒരുപക്ഷെ തുടർന്നേക്കും എന്നുള്ള സൂചന തന്നെയാണ് ഈ രാവിലെയും നമുക്ക് ലഭ്യമാകുന്നത്. ദീപ്തി, അതുപോലെ തന്നെ ഈ ഒരു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സമയത്തടക്കം ഈ അമേരിക്കയുടെ ആദ്യം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത്തരത്തിൽ ഈ ഇസ്രായേലിനൊരു തരത്തിലുള്ള പിന്തുണയും നൽകുന്നില്ല, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ തങ്ങളല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഈ ഒരു അമേരിക്ക മുന്നിൽ നിന്ന് തന്നെ ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇറാൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു വെടിനിർത്തൽ ധാരണയായി എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വെടിനിർത്തലിന് തയ്യാറാകും എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥയാണോ ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഖത്തറിലടക്കം അമേരിക്കയുടെ സൈനിക താവളത്തിലേക്കുള്ള ഇറാൻ്റെ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ എയർ ഇന്ത്യയുടെ അടക്കം വിമാനങ്ങൾ ഈ മിഡിൽ ഈസ്റ്റുകളിലടക്കമുള്ള രാജ്യങ്ങളിലേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. കൂടുതൽ ഇനിയൊരു സങ്കീർണമാകും ഈ ഒരു അവസ്ഥ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപ് നടത്തിയതിന് പിന്നാലെയും ഈ ഒരു ഇസ്രായേലിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായി എന്നടക്കമുള്ള ഈ ഒരു ആക്രമണം ആരംഭിച്ചത് ഇസ്രായേലാണ് എന്നുള്ള പ്രതികരണങ്ങളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഈ ഒരു വെടിനിർത്തൽ ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്താൻ അല്ലെങ്കിൽ പൂർണ്ണമായും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? ദീപ്തി, തീർച്ചയായും അമേരിക്കയുടെ ഒരു പ്രഖ്യാപനത്തോടുകൂടി മാത്രം മധ്യേഷ്യയിൽ സമാധാനം പുലരില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. പ്രത്യേകിച്ചും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലോ അല്ലെങ്കിൽ ഇറാനോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം തീരുന്നതല്ല ഈ മേഖലയിലെ പ്രശ്നങ്ങൾ. ഇറാൻ്റെ ആണവ കരാറും ഇറാനിലെ ആണവ ഗവേഷണവുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്ക് ഏറെ കാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ആശങ്കകൾ മുൻപ് മുതലേ ഉള്ളതാണ്. ഇറാൻ ഒരു കാരണവശാലും ആണവ ശക്തി കൈവശം വെക്കരുത്
ചെയ്യരുത് എന്ന നിലപാടിലാണ് അമേരിക്കയുള്ളത്. എന്നാൽ സ്വന്തമായി ആണവശക്തി വികസിപ്പിച്ചെടുക്കുന്ന ഒരു രാജ്യത്തോട് ആ ആണവശക്തി ഉപയോഗിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്യരുത് എന്ന് പറയാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ എന്തായാലും ആ രാജ്യം അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഇറാഖിലും ഇന്നലെ സൗത്ത് ലെബനണിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിട്ടുണ്ട്. ഇന്ന് ഇറാഖിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഖത്തറിനെ ഇന്നലെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾ കൂടി, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്നൊരു സമാധാന ചർച്ച അമേരിക്കയുടെ മധ്യസ്ഥതയിൽ മാത്രം നടക്കില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അറബ് രാജ്യങ്ങളടക്കം ഖത്തറും ഒമാനും അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ മധ്യസ്ഥതയ്ക്ക് തയ്യാറായിരുന്നു. അത്തരം രാജ്യങ്ങളുടെ ഇടപെടൽ കൂടി ഇതിലുണ്ടാവുകയാണ് എങ്കിൽ മാത്രമായിരിക്കും ഈ വെടിനിർത്തൽ ചർച്ചകൾക്കൊരു ഫലം കാണുകയുള്ളൂ. ഖത്തറിനെ ഇന്നലെ ഇറാൻ ആക്രമിച്ചപ്പോൾ തന്നെ ഖത്തർ പറഞ്ഞിരുന്നു, ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഇറാനെതിരെ തിരിയാൻ മടിക്കില്ല എന്നുള്ള കാര്യം. നിലവിൽ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, തങ്ങളുടെ ആക്രമണം ഖത്തറിന് നേരെയല്ല, മറിച്ച് ഖത്തറിലെ US-ൻ്റെ എയർബേസുകൾക്ക് നേരെ മാത്രമാണ്. ഖത്തറിൽ മറ്റൊരിടത്തും നാശനഷ്ടമില്ലാത്ത രീതിയിലാണ് തങ്ങൾ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാണ്. ആ ഒരു കാര്യം ശരിവെക്കുമ്പോൾ പോലും ഖത്തറിന് നേരെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ല എന്ന് തന്നെയാണ് ഖത്തറിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ആശങ്കകൾ പൂർണ്ണമായും ഒഴിയുന്നില്ല. ഒരു പക്ഷേ കൂടുതൽ മധ്യസ്ഥ ചർച്ചകൾക്ക് അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചകൾക്ക് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങും എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസകരമായ കാര്യം എന്നത് നേരത്തെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന് ഇന്ന് പുലർച്ചെ വരെ ആക്രമണം നിർത്തണമോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വെടിനിർത്തൽ അല്ലെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കീഴടങ്ങാൻ തയ്യാറാകില്ല എന്നാണ്. അതുപോലെ തന്നെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ ആയത്തുള്ള ഖമീനി അടക്കമുള്ളവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇറാൻ ഒരിക്കലും കീഴടങ്ങുന്ന ഒരു രാജ്യമല്ല, അവസാനം വരെയും പോരാടുമെന്നും ആർക്കു മുന്നിലും അവസാനം വരെയും കീഴടങ്ങുന്ന ഒരു രാജ്യമല്ല, അല്ലെങ്കിൽ അത്തരമൊരു കീഴടങ്ങുന്ന ചരിത്രമല്ല ഇറാൻ ഉള്ളത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇറാന് ഇവർ നൽകിയിരുന്ന സമയപരിധി എന്ന് പറയുന്നത് ഇന്ന് രാവിലെ 4 മണി വരെയായിരുന്നു. അതായത് ഇന്ത്യൻ സമയം അല്ലെങ്കിൽ ജനറൽ സമയം പുലർച്ചെ ആയിരുന്നു. ആ പുലർച്ചെ വരെയും ഇസ്രായേൽ ആക്രമണം നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സീസ് ഫയറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സമാധാന കരാറിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിന് ഒരു നിർത്തൽ അല്ലെങ്കിൽ ആക്രമണത്തിന് തടയിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ട്രംപ് പറഞ്ഞതുപോലെ 6 മണിക്കൂറിനുള്ളൊരു വെടിനിർത്തൽ നിലവിൽ വരും എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ദീപ്തി, ശരി. ഖത്തറിലെ US സൈനിക താവളത്തിലെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ വെടിനിർത്തൽ ധാരണയെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 6 മണിക്കൂറിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും 24 മണിക്കൂറിൽ യുദ്ധം അവസാനിക്കുമെന്നുമാണ് പ്രഖ്യാപനം. എന്നാൽ ഇറാഖിലും ടെഹ്റാനിലും രാത്രി ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. അദ്ലിയ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.